നമസ്കാരം. മലയാളികൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിത മരണം തന്നെയായിരുന്നു ശ്രീനിവാസന്റേത്. മലയാളിയുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും നടനും സംവിധായകനുമെല്ലാമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇതുവരെയും ആ ഒരു വിയോഗം താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിലെല്ലാം തന്നെ എല്ലാവരും കരയുന്നതും അതുപോലെ തന്നെ എല്ലാവരുടെ വിഷമവും കണ്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ എപ്പോഴും സ്ക്രീനിലെല്ലാം ചിരിച്ചുകൊണ്ട് കണ്ട ധ്യാൻ ശ്രീനിവാസന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെല്ലാം മലയാളികൾ കണ്ടത് തന്നെയാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വിയോഗമെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും ഒക്കെയായിരുന്നു ശ്രീനിവാസൻ. ഒരു കാലത്ത് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ശ്രീനിവാസൻ അടുത്ത കാലത്തായി അസുഖബാധിതനായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നെങ്കിലും പലപ്പോഴും പല വേദികളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി പേരാണ് തങ്ങളുടെ ഓർമ്മകളെല്ലാം പങ്കെടുത്തത്. മഹാനായ കലാകാരൻ ശ്രീനിവാസൻ ഇനി ഇല്ലെന്ന സത്യം മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇനി ഇതുപോലൊരു പ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടാവുകയുമില്ല. സിനിമ പോലെ തന്നെ ശ്രീനിവാസിന് പ്രിയപ്പെട്ടതായിരുന്നു കൃഷി. ഷൂട്ടിംഗ് ഇടവേളകളിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങിയ ശേഷം ശ്രീനിവാസിന് കിട്ടിയ സുഹൃത്താണ് മനു ഫിലിപ്പ്. ഇരുവരും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ജൈവ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ധ്യാനാണ് അച്ഛനു വേണ്ടി മധുവിനൊപ്പം കൃഷി ചെയ്യുന്നത്. 14 വർഷത്തെ സൗഹൃദമാണ് ശ്രീനിയുമായി മനുവിന്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ മനുവാണ്. പ്രിയ താരത്തിന്റെ വേർപാടോടെ സഹോദരനെ നഷ്ടപ്പെട്ടതുപോലെയാണ് മനുവിന്. കൃഷി കാരണമാണ് ഞാനും ശ്രീനിയേട്ടനും പരിചയപ്പെടുന്നത്. ഞാനും കൃഷിക്കാരനായിരുന്നു. 14 വർഷം മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നത്. അന്ന് ഞാൻ തണ്ണിമത്തനും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹവും എന്നോടൊപ്പം ചേർന്ന് കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ 35 വർഷം തരിശായി കിടന്ന പാടങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു. 2 ഏക്കറിൽ തുടങ്ങിയ ജൈവകൃഷി പിന്നീട് 102 ഏക്കർ വരെ എത്തി. മെയിൻ സ്ട്രീം 1 എക്സ്ക്ലൂസീവിന് നൽകിയ അഭിമുഖത്തിൽ മനു ഫിലിപ്പ് വ്യക്തമാക്കി. ആളുകൾക്ക് ഭക്ഷണത്തിലൂടെ രോഗം വരരുത് എന്നത് ശ്രീനിയേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു. ആളുകൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് കൃഷി തുടങ്ങിയത്. ജൈവ രീതിയിൽ ചെയ്തതുകൊണ്ട് നഷ്ടമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ധ്യാൻ ആ കൃഷി ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം മുതലാണ് അത്. 60 ഏക്കറിൽ നെൽകൃഷിയുണ്ട്. ഞാനും ധ്യാനിനൊപ്പമുണ്ട്. ശ്രീനിയേട്ടനെ പോലൊരു നല്ല മനുഷ്യൻ ഇനി ഉണ്ടാവില്ല. ഇനി ശ്രീനിയേട്ടനെ ഒരുപാട് മിസ് ചെയ്യും. ശ്രീനിയേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത്. തനിക്ക് നടക്കണമെന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ വേദനയുടെ കാര്യം പറഞ്ഞു. കാരണം അതിന് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം വീണ് കാല് പൊട്ടിയത്. 5 അടി വെച്ചപ്പോഴേക്കും വയ്യെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എടുത്തു. ശേഷം ഞാനും ഡ്രൈവറും കൂടി സ്ട്രക്ചറിൽ കിടത്തി. അപ്പോഴേക്കും ശ്രീനിയേട്ടൻ ഏകദേശം മരിച്ചതുപോലെയായി. എന്റെ അപ്പന്റെയും ചേട്ടന്റെയും സ്ഥാനമാണ് ശ്രീനിയേട്ടന് ഞാൻ കൊടുത്തിരുന്നത്. സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരുന്നു അദ്ദേഹം അവസാന നിമിഷവും. എന്റെ കാര്യമാണ് ചേച്ചിയും ശ്രീനിയേട്ടനും പരസ്പരം സംസാരിച്ചത്. എന്തസുഖം ശ്രീനിയേട്ടന് വന്നാലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞാനും ചെല്ലാറുണ്ട്. അവസാനം കണ്ടപ്പോൾ ശ്വാസം എടുക്കുന്ന രീതി കണ്ട് എനിക്ക് സംശയം തോന്നിയിരുന്നു. ഞാൻ അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം മരിക്കുമെന്ന് കരുതിയില്ല. തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. മരണവാർത്ത കേട്ട ശേഷം വണ്ടി പോലും ഓടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിലെ അംഗത്തെ പോലെയായിരുന്നു ഞാൻ. മനസ്സിൽ നന്മയുള്ള ആളാണ്. എന്ത് കാര്യവും ആരുടെ മുഖത്ത് നോക്കിയും പറയും. ശ്രീനിയേട്ടന്റെ അവസ്ഥ മോശമായിരുന്നു. സ്ട്രോക്ക് അടക്കം വന്നതാണല്ലോ. ശ്രീനിയേട്ടന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് വിമല ചേച്ചിയാണ്. ഇതുപോലൊരു ഭാര്യയെ ലോകത്തുണ്ടാവില്ല. ആരും ഇത്രത്തോളം ഭർത്താവിനെ നോക്കിയിട്ടും ഉണ്ടാവില്ല. കഥ എഴുതാൻ ഇരുന്നാൽ 5 ദിവസം അതേ എഴുത്തിലായിരിക്കും. 5 ദിവസമൊക്കെ ആകുമ്പോൾ പറയും എനിക്ക് എൻ്റെ ഭാര്യയെ കാണണമെന്ന്. അദ്ദേഹത്തിന് വിമല ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ലെന്നും ഇരുവരും തമ്മിൽ അത്രയേറെ സ്നേഹമായിരുന്നെന്നും മനു ഫിലിപ്പ് പറഞ്ഞു. അതേസമയം തന്നെ ശാന്തിവിള ദിനേശും ശ്രീനിവാസനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവസാന നാളുകളിൽ ശ്രീനിവാസന് ചില മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. താൻ അറിഞ്ഞ കാര്യവും അദ്ദേഹം പങ്കുവച്ചു. ബെന്നി ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ ധ്യാനിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ ഒരുപാട് പൊളിച്ചെഴുത്തും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു ദിവസം ബെന്നി ധ്യാനിന്റെ കൂടെ ശ്രീനിച്ചേട്ടന്റെ വീട്ടിൽ പോയി. മിസ്റ്റർ ബെന്നി, നിങ്ങളുടെ പടത്തിൽ എനിക്ക് കനപ്പെട്ട ശമ്പളവും കനപ്പെട്ട ക്യാരക്ടറും തരണമെന്ന് പറഞ്ഞു. അതിന് മുന്നോടിയായി അഡ്വാൻസായി കുറച്ച് കാശ് തരണമെന്നും. കാശിനൊരിക്കലും വില കൊടുക്കാത്ത, അതേക്കുറിച്ച് ചിന്തിക്കാത്ത ആളായിരുന്നു ശ്രീനിയേട്ടൻ. ആർത്തിയില്ലാത്ത മനുഷ്യൻ. പക്ഷേ രോഗാതുരനായി വർക്കൊന്നും ഇല്ലാതായപ്പോൾ ശ്രീനിച്ചേട്ടന്റെ മനസ്സിൽ പൈസ വേണമെന്നായി. ട്രീറ്റ് ചെയ്യണമെങ്കിലും വിമലയ്ക്ക് ജീവിക്കണമെങ്കിലും പൈസ വേണമെന്ന ചിന്ത ഉദിച്ചിരിക്കാമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ശ്രീനിച്ചേട്ടൻ തന്നെ ഒരു സന്ദേശം കൊടുത്തു. പുകവലി എന്നെ ഒരു രോഗിയാക്കി. പെട്ടെന്ന് ആരോഗ്യം മോശമാക്കാൻ കാരണം പുകവലിയാണ്. ഈ അനാരോഗ്യം കാലത്തും ഒരു സിഗരറ്റ് കിട്ടിയാൽ വലിക്കും. അത്രയ്ക്കും അഡിക്ഷൻ ഉണ്ടെന്ന് ശ്രീനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 40 സിഗരറ്റ് വരെ ശ്രീനിച്ചേട്ടൻ വലിക്കും. അതാണ് അകാലത്തിൽ പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഏത് സുഹൃത്താണ് ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തു. സ്കാനിംഗ് ഒക്കെ നടത്തി. റിപ്പോർട്ട് കിട്ടിയപ്പോൾ എൻ്റെ ശ്വാസകോശം എവിടെയെന്ന് കണ്ടെത്താനാകുന്നില്ലെന്ന് ശ്രീനിച്ചേട്ടൻ പറഞ്ഞു. അതിലൊന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. 35-40 വയസ്സുള്ള സ്നേഹിതന്മാർ പുകവലി നിർത്തണമെന്നാണ് ശ്രീനിച്ചേട്ടനെ മുന്നിൽ നിർത്തി തനിക്ക് പറയാനുള്ളതെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു.
വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന മധുസാറിനെയും രോഗാതുരനായ ശ്രീനിച്ചേട്ടനെയും ഇന്ന് അപഹാസ്യരാക്കരുതെന്ന് ഞാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ശ്രീനിച്ചേട്ടനെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇടിയിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ കൊണ്ട് നിർത്തിയത് ഞാൻ കണ്ടിരുന്നു. അടുത്ത കാലത്താണ് ജഗദീഷ് ഒക്കെയുള്ള പരിപാടിയാണ്. സജീവമായ കാലത്ത് ഒരിക്കലും ശ്രീനിച്ചേട്ടൻ ഇത്തരം വേഷങ്ങൾ കെട്ടിയിട്ടില്ല. ഞാൻ ഇന്നാണ് അറിയുന്നത് ശ്രീനിച്ചേട്ടൻ 69 വയസ്സേ ഉള്ളുവെന്ന്. അതിലെനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. മമ്മൂക്കയൊക്കെ മമ്മൂട്ടി എന്ന് തന്നെയാണ് ശ്രീനിച്ചേട്ടൻ വിളിക്കാറുള്ളത്. ഇപ്പോഴത്തെ പിന്നെ പ്രായമൊക്കെ തീരുമാനിക്കുന്നത് വീട്ടുകാർ ഒന്നുമല്ലല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് ചാനൽ ആളുകളാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ബഹുമതികളും കിട്ടിയിട്ടാണ് ശ്രീനിച്ചേട്ടൻ മടങ്ങുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ശ്രീനിച്ചേട്ടൻ നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി ഒന്നും പറയാറില്ല, പകരം ചിരിക്കും. സിനിമയിൽ ഒരു മാമൂലുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് തുടങ്ങും മുൻപ് തേങ്ങയിൽ തിരി ഒക്കെ വെച്ച് കത്തിരിക്കുന്ന പതിവ്. അങ്ങനെ ഒന്നും ശ്രീനിച്ചേട്ടൻ ചെയ്തതായി കണ്ടിട്ടില്ല. അങ്ങനെ നോക്കിയാൽ അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്ന് തോന്നും. അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ പാട്യം ഗോപാലൻ ഉൾപ്പെടെ ആർക്കും ശ്രീനിച്ചേട്ടനെ വിശ്വാസമില്ലായിരുന്നു. പണ്ട് അവരുടെ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നാടകം എഴുതാൻ അവസരം വന്നപ്പോൾ ശ്രീനിച്ചേട്ടൻ അത് കൃത്യമായി എഴുതുമോ എന്നായിരുന്നു പാട്യം ഗോപാലന്റെ സംശയം. അന്ന് പിന്നെ ആ നാടകം ശ്രീനിച്ചേട്ടൻ എഴുതുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നൊക്കെ പാട്യം ശ്രീനിവാസൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അച്ഛൻ കളരിയൊക്കെ പഠിച്ചിട്ട് അഭ്യാസിയായിട്ടുള്ള ഒരാളായിരുന്നു. ഒരു അഭിമുഖത്തിൽ പിണറായി സഖാവ് ശ്രീനിച്ചേട്ടനോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആണോ, അതെങ്ങനെ അറിഞ്ഞു എന്ന് പിണറായി സഖാവിനോട് ശ്രീനിച്ചേട്ടൻ ചോദിക്കുന്നുമുണ്ട്. അതൊക്കെ അറിയാമെന്നായിരുന്നു പിണറായി സഖാവ് മറുപടി നൽകിയത്. സ്വന്തം മകനായ ശ്രീനിച്ചേട്ടൻ അച്ഛനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയായിരുന്നു അവരുടെ ബന്ധം. ഒരു നേർരേഖയിലൂടെ പോവാത്ത ബന്ധമായിരുന്നു അവരുടേത്. അച്ഛനൊരു അല്പം കർക്കശക്കാരനായിരുന്നു. സ്ഫടികത്തിലെ ചാക്കോ മാഷെ പോലെയായിരുന്നു. ആട് തോമയെ പോലെയായിരുന്നു ശ്രീനിയേട്ടൻ എന്നും പറയാം. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഭദ്രൻ ചേട്ടൻ ആ സിനിമ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. ശ്രീനിച്ചേട്ടന്റെ അച്ഛൻ ഉണ്ണിമാഷ് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആ നാട്ടിൽ എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എന്നും ഇവർ തമ്മിൽ ഉടക്കായിരുന്നു. സാമശിവൻ നായകനായപ്പോൾ അദ്ദേഹത്തിനും മമ്മൂക്കയ്ക്കും വേണ്ടി ഡബ് ചെയ്ത ആളാണ് ശ്രീനിച്ചേട്ടൻ. ആദ്യമായി തിരക്കഥ എഴുതുന്നത് ഓടരുത് മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ 1984 പ്രിയന്റെ ചിത്രത്തിൽ അഭിനയിക്കാനാണ് ശ്രീനിച്ചേട്ടൻ ചെന്നത്. എന്നാൽ തിരക്കഥ എഴുതിയിരുന്നില്ല. അഭിനയിക്കണമെങ്കിൽ അതിന് തിരക്കഥ എഴുതണമെന്ന് പ്രിയൻ പറഞ്ഞു. അങ്ങനെ ഗതികേട് കൊണ്ടാണ് ശ്രീനിച്ചേട്ടൻ തിരക്കഥാകൃത്തായതെന്നും ശാന്തിവിള ദിനേശ് പറയുകയുണ്ടായി.